നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എനർജിയെ നൽകുക. ഓക്കെ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന 7 ദിവസത്തെ ഊർജ്ജം എന്താണ്? ഓക്കെ, നിങ്ങളിപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ സ്വപ്നം സഫലമാകുന്നതിന് ഇന്ന് എന്ത് ചെറിയ നടപടിയാണ് നിങ്ങൾ എടുക്കേണ്ടത്? ഓക്കെ, 3 കാർഡാണ്. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഊർജ്ജത്തെ കാർഡ്സിലേക്ക് നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന 7 ദിവസത്തെ അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചതിൽ 6 ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ്. നീതി ലഭിക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായി കാണുന്നു. കുറേ നാളായിട്ട് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റിംഗിലായിരുന്നു. നിങ്ങൾ ഇഗ്നോർ ചെയ്തിരുന്നതായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലുകൾ ഏറ്റവും സുഗമമായി തീരുകയാണ്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒത്തുതീർപ്പാകുന്നുണ്ട്. കോടതി കേസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ന്യായം ലഭിക്കുന്നതായിട്ടുള്ള ഒരു ഊർജ്ജം വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നമുക്കതിനെ ക്ലാരിഫൈ ചെയ്യാം. 6 ഓഫ് പെന്റിക്കിളിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, 9 ഓഫ് പെന്റിക്കിളാണ്. അബൻഡൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമായ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഈ ഒരു ബ്ലെസ്സിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള എന്ത് കാര്യമാണ് ഉള്ളത്? ഓക്കെ, പീസ് ഓഫ് കപ്പ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മിതമായിട്ടുള്ള ഇമോഷനെയാണ് ഇന്നേ ദിവസം നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത്. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാതെ പോകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊരാളിനെ കുറിച്ച് ഓർക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപഴകുക, നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുക, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുവാൻ പറ്റാതെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരുപാട് ദയ കാണിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത്, നിങ്ങളുടെ സ്വപ്നം സഫലമാകുന്നതിന് വേണ്ടി നിങ്ങൾ ഇന്ന് എടുക്കേണ്ട ചെറിയ ഒരു നടപടി എന്താണ് എന്ന് ചോദിച്ചതിൽ ഡെത്തിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ ഒരുപാട് വർഷമായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളതോ ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചില ചിന്തകളായിരിക്കാം, വിശ്വാസങ്ങളായിരിക്കാം, ചില പ്രവർത്തനങ്ങളായിരിക്കാം. അത് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഇവിടെ പറയുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ തുരുമ്പെടുത്ത സാധനങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ബാക്കിയുള്ളതിനെ കൂടി നശിപ്പിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ ചിന്തകളിലോ പ്രവർത്തനങ്ങളിലോ റിലേഷൻഷിപ്പിലോ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, വർഷങ്ങളായിട്ട് കൂടെയുള്ള ഒരു കാര്യം, അത് ഇന്നേ ദിവസം അവസാനിപ്പിക്കണം. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് മറ്റൊന്ന് നേടാൻ സാധിക്കുകയുള്ളൂ. ചില സ്ഥലങ്ങൾ നമ്മൾ ഒഴിച്ചിട്ടെങ്കിൽ മാത്രമേ അവിടെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ ആ പഴയതിൻ്റെ മുകളിൽ കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ പുതിയതും കൂടി നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആ പഴയ കാര്യത്തെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കും. കാരണം ബ്ലെസ്സിങ്ങിൻ്റെ ഒരു ടൈം തന്നെയാണ് വന്നിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കും. സാമ്പത്തികമായും റിലേഷൻ സംബന്ധമായും നടപടിയോ ഭൂമി സംബന്ധമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അമിതമായിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന സ്വഭാവം, മറ്റുള്ളവരെ കുറിച്ച് ഓർത്തുള്ള വിഷമങ്ങൾ, അതെല്ലാം നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങളുടെ ഊർജ്ജത്തെ ചോർത്തി കളയുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്ത് വരിക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.